മൂന്നാമതൊരു LDF സർക്കാർ വരാനുള്ള സാധ്യതകൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മലപ്പുറം ജില്ല വിഭജിക്കണം എന്നൊരാവശ്യം, ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ കൗതുകരമായിട്ട് തോന്നുമെങ്കിൽ ഇത് രാഷ്ട്രീയമായിട്ട് ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതം എത്രയാണെന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. അത് അവരുടെ പാർട്ടിക്ക് അവരുടെ സമുദായത്തിനും മാത്രം ഗുണകരമായ രീതിയിലേക്ക് കൊണ്ടുപോകും. ഇതാണ് സാധാരണ UDF സർക്കാരിൻ്റെ കാലത്തുണ്ടാവുന്നത്. കേരള കോൺഗ്രസ് അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ്. കോൺഗ്രസിൽ ഈഴവർ പ്രാന്തവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. ആശങ്കരുടെ കാലത്ത് പോലും ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് ഏതാണ്ട് ക്രിസ്ത്യൻ, മുസ്ലിം, നായർ സമുദായങ്ങൾക്ക് മാത്രമായിട്ട് സംവരണം ചെയ്യപ്പെട്ട ഒരു സംവിധാനമായിട്ട് മാറി. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ കട്ടിച്ച് ഒരു കൊല്ലമാണ് ഇതിന് ബാക്കിയുള്ളൂ. അതിനു മുമ്പായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. അപ്പോൾ പാർട്ടികളൊക്കെ അതിൻ്റെ ഒരു ഒരുക്കത്തിലാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായിട്ട് VD സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, പിന്നെ ഡൽഹിയിൽ നിന്ന് KC വേണുഗോപാലുണ്ട്, UN നിന്ന് ശശി തരൂരുണ്ട്, കോട്ടയത്ത് നിന്ന് തിരുവഞ്ചൂരുണ്ട്, പിന്നെ K സുധാകരൻ KPCC പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനൊരു ക്ലെയിം ഉണ്ടെന്ന് പുള്ളിയെങ്കിലും വിശ്വസിക്കും. അവിടുത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല. മുസ്ലിം ലീഗിൽ നിന്ന് മഹാനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ പേര് മറ്റാരുമല്ല പാണക്കാട് തങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ് ഉപമുഖ്യമന്ത്രി സ്ഥാനങ്ങളിൽ കിട്ടണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അപ്പോൾ എല്ലാവരും ഈ സ്ഥാനാർത്ഥികളൊക്കെ നേരത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് ജോലിക്ക് എളുപ്പമുണ്ട്. ഇവിടെ ഒരു മൂന്നാം പിണറായി സർക്കാർ അല്ലെങ്കിൽ മൂന്നാമതൊരു LDF സർക്കാർ വരാനുള്ള സാധ്യതകൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലൊരു കാരണം ഈ കോൺഗ്രസിലെ അനൈക്യമാണ്. രണ്ടാമത് ഐക്യജനാധിപത്യ മുന്നണിയിലെ അനൈക്യമാണ്. ഘടകകക്ഷികൾ തമ്മിൽ പൊരുത്തമില്ലായ്മ, പിന്നെ മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടികൾ മീതെ കൂടുതൽ ഡിമാൻഡുകൾ വയ്ക്കുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഡിമാൻഡ് വയ്ക്കാൻ തുടങ്ങിയ പിന്നെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്തായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നു. അതുമാത്രമല്ല പാണക്കാട് തങ്ങൾ തന്നെ ഇങ്ങനെ ഉത്തരവാദിത്വമില്ലാതെ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണെന്നൊക്കെ പ്രഖ്യാപിച്ചാൽ അത് സംസ്ഥാനത്ത് ഉണ്ടാക്കാവുന്ന ഒരു പ്രത്യാഘാതം എന്തായിരിക്കും ഊഹിക്കാവുന്നു. പണ്ട് 5ാം മന്ത്രി സ്ഥാനത്ത് ചൊല്ലി അന്നത്തെ തങ്ങൾ നടത്തിയ നിലവിട്ട ചില പരാമർശങ്ങളാണ് അന്ന് വലിയ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കിയത്. 2016 UDFൻ്റെ 16 കേന്ദ്രം നടത്തിയത്. അപ്പോൾ ഇത് അറിയാത്ത ആളുകളൊന്നുമല്ല ഈ മുസ്ലിം ലീഗിനെ നയിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വീണ്ടും ഡിമാൻഡുകൾ വയ്ക്കും. പിന്നെ മലപ്പുറം ജില്ല വിഭജിക്കണം എന്നൊരാവശ്യം, ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ കൗതുകരമായിട്ട് തോന്നുമെങ്കിൽ ഇത് രാഷ്ട്രീയമായിട്ട് ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതം എത്രയാണെന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. മുസ്ലിം ലീഗ് 4 or 5 മന്ത്രിമാരെ വെക്കും. ആ മന്ത്രിമാർ അവരുടെ വകുപ്പുകളൊക്കെ സ്വകാര്യ സാമ്രാജ്യങ്ങളാക്കി മാറ്റും. അത് അവരുടെ പാർട്ടിക്ക് അവരുടെ സമുദായത്തിനും മാത്രം ഗുണകരമായ രീതിയിലേക്ക് കൊണ്ടുപോകും. ഇതാണ് സാധാരണ UDF സർക്കാരിൻ്റെ കാലത്തുണ്ടാവുന്നത്. കേരള കോൺഗ്രസ് അതുപോലെ തന്നെ ചെയ്യും. അപ്പോൾ വലിയ ഒരു വിഭാഗം ആളുകൾ പാർശ്വവൽക്കരിക്കപ്പെടും. ഭൂരിപക്ഷ സമുദായക്കാർ പാർശ്വവൽക്കരിക്കപ്പെടും. ന്യൂനപക്ഷ സമുദായക്കാർ കൂടുതൽ സമ്പന്നരും പ്രബലരുമായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ കാര്യം അധോഗതിയാണ്. ഇപ്പോൾ അവിടെ നിന്ന് വലിയ പ്രതീക്ഷയ്ക്ക് വകയില്ല. അതിൽ പ്രധാനപ്പെട്ട കഷ്ണം എന്ന് പറയുന്നത് LDFിലേക്ക് പോയി. പിന്നെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ്. കോൺഗ്രസിൽ ഈഴവർ പ്രാന്തവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. ആശങ്കരുടെ കാലത്ത് പോലും ഈഴവ സമുദായത്തിൻ്റെ പിന്തുണ അധികമായിട്ടൊന്നും കോൺഗ്രസിന് കിട്ടിയിട്ടില്ല, ആ മുന്നണി കിട്ടിയിട്ടില്ല. ഇപ്പോൾ UDFിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഈഴവർക്ക് പ്രാതിനിധ്യമുള്ള ഒരേ ഒരു പാർട്ടി കോൺഗ്രസ് മാത്രമാണ്. കാരണം കേരള കോൺഗ്രസിലോ മുസ്ലിം ലീഗിലൊന്നും ഈഴവെന്നൊന്നും ചോദിക്കാൻ പറ്റിയില്ല. മറ്റ് പാർട്ടികളൊക്കെ മിക്കവാറും അപ്രസക്തമാവുകയും ചെയ്തിരുന്നു. JSS ഇപ്പോൾ മിക്കവാറും നിലവിലില്ല. ഷിബു ബേബി ജോണിൽ ഒതുങ്ങിയിരിക്കുന്നു RSP. പിന്നെ TN ജേക്കബിൻ്റെ മകൻ്റെ പാർട്ടിയാണ്. അവിടെയും ഈഴവന് പ്രത്യേകിച്ചൊന്നും തന്നെ ക്ലെയിം ചെയ്യാനില്ല. വെള്ളാപ്പള്ളി പറഞ്ഞത് കോൺഗ്രസിലെ MLA ആയിട്ട് K ബാബു മാത്രമേ ഈഴവനായിട്ടുള്ളൂ എന്നുള്ളതാണ്. അതിലും വഷളാണ് കാര്യങ്ങൾ. കോൺഗ്രസ് എത്ര ഈഴവർക്ക് മത്സരിക്കാൻ സീറ്റ് കൊടുക്കും, അതിൽ എത്ര പേര് ജയിക്കാവുന്ന സീറ്റിൽ മത്സരിക്കും, അങ്ങനെ മത്സരിക്കുന്നവരിൽ തന്നെ എത്ര പേര് ജയിക്കുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മാത്രമല്ല ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ വരുമ്പോൾ തന്നെ നമുക്ക് കാണാം. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സമയത്ത് കേരളകൗമുദി ലേഖകന്മാരെ വെച്ചൊരു അന്വേഷണം നടത്തി. എറണാകുളം ജില്ലയിൽ ഈഴവ സമുദായത്തിൽ നിന്ന് ഏതാണ്ട് പേരിലുണ്ടാവുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കോൺഗ്രസ് സീറ്റ് കൊടുത്തത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ. അപ്പോൾ ഒരു പ്രബലമായ സമുദായം എത്ര ഭയാനകമായിട്ട് അവഗണിക്കപ്പെടുന്നു, എത്ര ഭയങ്കരമായിട്ട് പാർശ്വവൽക്കരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ചോദ്യം. അതുപോലെ തന്നെ പ്രസക്തമാണ് മറ്റ് പിന്നാക്ക സമുദായക്കാരുടെ കാര്യം. ഉദാഹരണത്തിന് ധീവര സമുദായം അല്ലെങ്കിൽ വിശ്വകർമ്മ സമുദായം. പട്ടിക സമുദായക്കാർക്ക് പിന്നെ ദൈവകൃത്വം കൊണ്ട് അവർക്ക് സംവരണം ഉള്ളതുകൊണ്ട് അവിടെയെങ്കിലും പ്രാതിനിധ്യം കിട്ടും എന്ന് വിചാരിക്കാം. മറ്റ് പിന്നാക്ക വിഭാഗങ്ങളുടെ കാര്യം ഇതിലും ദയനീയമാണ്. അപ്പോൾ ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് ഏതാണ്ട് ക്രിസ്ത്യൻ, മുസ്ലിം, നായർ സമുദായങ്ങൾക്ക് മാത്രമായിട്ട് സംവരണം ചെയ്യപ്പെട്ട ഒരു സംവിധാനമായിട്ട് മാറിയിരിക്കുക.
സംഘടിത ന്യൂനപക്ഷങ്ങൾ ഈ ഭൂരിപക്ഷങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരും എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അപ്പോൾ അദ്ദേഹം അത് തുറന്നു പറഞ്ഞത് ശുഭോദർക്കമാണ്. കാരണം എന്താ വെച്ചാൽ ഈ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തുമ്പോൾ മണ്ഡലങ്ങൾ പാർട്ടികൾക്കിടയ്ക്കിൽ വിഭജിക്കുമ്പോഴൊക്കെ ഈ ഒരു ചിന്താഗതി ഇവർക്കുണ്ടാകും. ഇനി വെള്ളാപ്പള്ളി പറഞ്ഞുകൊണ്ട് ഇവരുടെ നിലപാടിൽ മാറ്റം വരുമെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും ഇത് ആളുകൾക്ക് ഓർമ്മയുണ്ടാവും. കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല മറ്റു പാർട്ടിക്കാർക്കും ഓർമ്മയുണ്ടാവും. ഇപ്പോൾ CPM പോലും ഈ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തുമ്പോൾ ഹിന്ദു ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ, ഇഴവ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ അന്യ സമുദായക്കാരാണ് പരിഗണിക്കുക. അങ്ങനെ ഒരു സ്ഥിതി ഇപ്പോൾ അരൂർ മണ്ഡലം നോക്കിയാൽ മതി, അല്ലെങ്കിൽ ചേർത്തല നോക്കിയാൽ മതി, ആലപ്പുഴ നോക്കിയാൽ, അമ്പലപ്പുഴയിൽ ഒക്കെ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇഴവർക്ക് പ്രാമുഖ്യമുള്ള മണ്ഡലങ്ങളിൽ മറ്റു സമുദായക്കാർക്ക് കൊടുക്കുക. വെള്ളാപ്പള്ളി പണ്ടേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, എല്ലാ സമുദായക്കാരും ജാതി നോക്കി വോട്ട് ചെയ്യും, ഇഴവർ മാത്രം ചിഹ്നം നോക്കി വോട്ട് ചെയ്യും. ഇതാണ് ഇഴവർക്ക് പ്രാതിനിധ്യം കുറഞ്ഞു പോകുന്നതിൻ്റെ കാരണം. അപ്പോൾ അങ്ങനെ അല്ലാതെ വരേണ്ടുന്നൊരു സാഹചര്യം അല്ല. ജാതിയുടെ അടിസ്ഥാനത്തിൽ വില പേശണം എന്നല്ല പറയുന്നത്. പക്ഷേ ഇത് ഈ വീതം വയ്ക്കുന്ന ആളുകൾ ഓർക്കണം. ഉണ്ണുന്നവർ ഓർത്തില്ലെങ്കിലും വിളമ്പുന്നവരെങ്കിലും ഓർക്കണം, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം ഭയങ്കര വരും.